ഇന്ന് ചേരുന്ന യോഗത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ ചർച്ചയുണ്ടാകുമെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. ദേവസ്വം അസിസ്റ്റന്റ് എഞ്ചിനീയർ KS സുനിൽകുമാറിനെതിരെ നടപടിയെടുക്കേണ്ട കാര്യം ഇന്ന് പരിശോധിക്കും. ഹൈക്കോടതി ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ പെൻഷൻ തടഞ്ഞുവെക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കൂ എന്നും PS പ്രശാന്ത് പറഞ്ഞു. ബോർഡ് മീറ്റിംഗിൽ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും ഈ വിജിലൻസ് റിപ്പോർട്ടൊക്കെ ചർച്ച ചെയ്യണമല്ലോ. അത് ചർച്ച ചെയ്യും. അതിൽ റിട്ടയറായ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് FIRൽ പേര് വന്നിട്ടുള്ള റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അതൊരു വിശദമായ ചർച്ചയ്ക്ക് ശേഷമേ സാധിക്കുകയുള്ളൂ. കാരണം കുറ്റവാളികളാണ് എന്ന് കോടതി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങളും അവരുടെ മറ്റ് റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ എന്തെങ്കിലും നമുക്ക് പിടിച്ചു വയ്ക്കുവാനോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മുതൽക്കൂട്ടുവാനൊക്കെ സാധിക്കുകയുള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ ആലോചിക്കും. സുനിൽകുമാറിൻ്റെ കാര്യം ഇന്നിപ്പോൾ ബോർഡ് ചർച്ച ചെയ്യും. സുനിൽകുമാറിൻ്റെ കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് സംബന്ധിച്ചും ഇന്ന് ബോർഡ് ചർച്ച ചെയ്യും. മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ബോർഡിൽ ഇന്ന് വിശദമായി ചർച്ച ചെയ്യും. ഇന്ന് തിരുവനന്തപുരത്ത് ബോർഡ് യോഗം ചേരാനിരിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ മുരാരി ബാബു അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുന്നു. ഇനിയുള്ളത് ഈ സുനിലാണ്. സുനിലിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കുന്നത്. മറ്റുള്ളവർ ഇപ്പോൾ പിരിഞ്ഞു പോയവരടക്കമുള്ളവരുടെ പെൻഷൻ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കണമെങ്കിൽ അതിനാസ്പദമായി കോടതി വിധി അടക്കം ഉണ്ടാവേണ്ടതുണ്ട്. മറ്റെന്താണ് ഇന്ന് ഉണ്ടാവാനുള്ള സാധ്യത എന്നതാണ് ബോർഡ് യോഗം പരിശോധിക്കുക. വിവരങ്ങൾ എപ്പോഴത്തേക്കുണ്ടാവും? മധു, ഇതിപ്പോൾ 2 ദിവസം എല്ലാ ആഴ്ചയും ചേരുന്ന പതിവ് പ്രതിവാര ബോർഡ് യോഗമാണ്. അപ്പോൾ ഇന്നത്തെ അജണ്ടയിലേക്ക് ഈ വിഷയവും വരികയാണ്. ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി. അതിൽ മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന കാലത്തായതുകൊണ്ട് മുരാരി ബാബുവിനെതിരെ 2025-ലും 2019-ലും ഉണ്ടായ വീഴ്ചകളിലാണ് കഴിഞ്ഞ ആഴ്ച സസ്പെൻഷൻ നടപടി ഉണ്ടായത്. ഇനി അസിസ്റ്റന്റ് എഞ്ചിനീയർ K സുനിൽകുമാറിന്റെ കാര്യമാണ്. ഈ സുനിൽകുമാർ ഈ സ്വർണം പാളിയായിരുന്നത് ചെമ്പെന്ന് എഴുതിയതിൽ അതിൽ സുനിൽകുമാറിനും അറിവുണ്ടായിരുന്നു. അത് ചെമ്പായിരുന്നില്ല എന്ന കാര്യത്തിൽ സുനിൽകുമാറിനും ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ തെറ്റായി എഴുതി എന്നതാണ് സുനിൽകുമാറിനെതിരായ കുറ്റം. ഇതിലടക്കം ഇന്നിപ്പോൾ നടപടി ഉണ്ടാകും. കാരണം മറ്റു പ്രതികളാക്കപ്പെട്ട 10 പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒഴികെയുള്ള 9 പേര് ദേവസ്വവുമായി ബന്ധപ്പെട്ടവരാണ്. ഇതിൽ പലരും വിരമിച്ചവരാണ്. അപ്പോൾ വിരമിച്ചവർക്കെതിരെ പെൻഷൻ തടയുന്നത് പോലുള്ള നടപടികളെ ബോർഡിന് സ്വീകരിക്കാൻ സാധിക്കും. അതും പക്ഷേ കോടതിയുടെ ഒരു തീർപ്പൊക്കെ ഉണ്ടാകാതെ അത്തരം നടപടികളിലേക്ക് പോകാൻ സാധിക്കില്ല. എന്നതുകൊണ്ട് തന്നെ K സുനിൽകുമാറിനെതിരായ ഒരു നടപടിയിൽ ഇന്നത്തെ ബോർഡ് യോഗം തീരുമാനത്തിൽ ഒതുക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അതിനപ്പുറത്തേക്കുള്ള ഒരു മറ്റന്വേഷണമോ നടപടിയോ ദേവസ്വം ബോർഡ് തലത്തിൽ സ്വീകരിക്കാനും സാധിക്കില്ല. കാരണം ഹൈക്കോടതി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് അവർ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരു സമാന്തര അന്വേഷണത്തിനുള്ള സാധ്യതയൊന്നും അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള നടപടികളൊന്നും ഇന്ന് ബോർഡ് യോഗത്തിൽ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അതേസമയം തന്നെ ഇന്നത്തെ ബോർഡ് യോഗത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട അജണ്ട എന്നത് ഈ വിവാദങ്ങൾക്കെല്ലാം ഇടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല ദർശനത്തിന് എത്തുകയാണ്. അത് 21-ാം തീയതി എത്തി 22-ാം തീയതി ഈ തുലാമാസ പൂജയുടെ അവസാന ദിവസമാണ് എത്തുന്നത്. അപ്പോൾ രാഷ്ട്രപതി അവിടെ എത്തുമ്പോൾ ഏതെല്ലാം സൗകര്യ ക്രമീകരണങ്ങൾ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ വിലയിരുത്തൽ. ഒപ്പം തന്നെ ഈ 2 ദിവസങ്ങൾ 21-22 തീയതികളിൽ ഭക്തർക്ക് പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടാകും, ദർശനം ഉണ്ടാകില്ല. കാരണം ഇപ്പോൾ തന്നെ 21-22 തീയതികളിൽ ദർശനത്തിനുള്ള വെർച്വൽ ക്യൂ സ്ലോട്ട് ഓപ്പൺ ചെയ്തിട്ടുമില്ല. അതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും വരുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രസിഡന്റ് ദ്രൗപദി മുർമു എത്തുമ്പോൾ ഉണ്ടാകുന്ന ക്രമീകരണങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡിനോട് ചില ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. എങ്ങനെയാണ് പമ്പ മുതൽ മുകളിലേക്കുള്ള യാത്ര എന്നതടക്കം ആ കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ടോ, അതോ ഇന്നാണോ ആ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുക? മധു, ഇതിൽ ദേവസ്വം ബോർഡിന് ഇത്തരം കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ. കാരണം ഇത് പോലീസുമായി ബന്ധപ്പെട്ട പ്രവർത്തികളാണ്. ഒപ്പം തന്നെ പ്രോട്ടോകോൾ വിഭാഗമാണ്. അത് രാഷ്ട്രപതി ഭവനിൽ നിന്ന് നൽകുന്ന കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനത്തിൽ പ്രോട്ടോകോൾ വിഭാഗമാണ് അതിന് വേണ്ട തയ്യാറെടുപ്പ് നടത്തുന്നത്. ഇപ്പോഴും രാഷ്ട്രപതി എത്തിക്കഴിഞ്ഞാൽ പമ്പയിൽ നിന്ന് എങ്ങനെയാണ് മല കയറി സന്നിധാനത്തേക്ക് എത്തുക, അത് ബൈ റോഡ് നടന്നായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും ഉണ്ട്. കാരണം മാർച്ച് മാസത്തിൽ മെയ് മാസത്തിൽ വരാനിരുന്നതാണ് രാഷ്ട്രപതി ശബരിമല ദർശനത്തിന്. അപ്പോഴാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഈ തിരക്കുകൾ കലുഷിതമായ സാഹചര്യമെല്ലാം ഉണ്ടായത്. അതുകൊണ്ടാണ് അത് മാറ്റിവെച്ചത് ആ തവണത്തെ യാത്ര. പക്ഷേ മാർച്ച് മാസത്തിൽ തന്നെ രാഷ്ട്രപതി ഭവനിലെ നഴ്സിംഗ് ഹെഡ് അടക്കമുള്ളവർ ഈ ശബരിമലയിലെ ഉദ്യോഗസ്ഥരുമായും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ കളക്ടറുമായും എല്ലാം ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാൽ, രാഷ്ട്രപതി എത്തിക്കഴിഞ്ഞാൽ പമ്പയിൽ നിന്ന് എങ്ങനെയാണ് മല കയറുക, അത് നടന്നു കയറുകയാണെങ്കിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടാകും, അത് വൈദ്യ പരിശോധനാ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ തിരക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ മാത്രം തീരുമാനമായിരിക്കും പ്രധാനമായിട്ട്. അതായത് നടന്ന് സന്നിധാനത്തേക്ക് എത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും രാഷ്ട്രപതി 21-ാം തീയതി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ
തിരുവനന്തപുരത്താണ് എത്തുക. അതിനുശേഷം 22 ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം നേരെ നിലയ്ക്കലെത്തുന്നു. അവിടെ നിന്ന് കാർ മാർഗം പമ്പയിലെത്തുന്നു. ഇത് ഉച്ചയോടെ എത്തി വൈകിട്ട് ശബരിമല വൈകിട്ട് ദർശനം നടത്തി 5 മണിയോടെ തിരിച്ചിറങ്ങുന്ന രീതിയിൽ ആ രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു പ്രോട്ടോകോൾ വിഭാഗത്തിന് ഒരു ഫൈനൽ ചാർട്ടിലേക്ക് എത്തുന്നേ ഉള്ളൂ. ഏറ്റവും പ്രധാനം രാഷ്ട്രപതി ദ്രൗപദി മുർമു ആദ്യമായി, അതായത് രാജ്യത്തിൻ്റെ ഒരു രാഷ്ട്രപതി ആദ്യമായാണ് ദർശനത്തിനെത്തുന്നത്, ശബരിമല ദർശനത്തിനെത്തുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും ഈ ദ്രൗപദി മുർമു ദർശനത്തിനെത്തുമ്പോൾ രാഷ്ട്രപതി പമ്പയിൽ നിന്ന് എങ്ങനെയാണ് മല കയറുന്നത്, നടന്നു കയറുന്നതാണോ അതോ മറ്റും ഏതെങ്കിലും മാർഗങ്ങൾ? ഇപ്പോൾ ശബരിമല ദർശനത്തിന് എത്തുന്നവർ പമ്പയിൽ നിന്ന് ഡോളിയിൽ പോകാറുണ്ട്. ഇനി ഈ ആംബുലൻസ് മാർഗം മുകളിലേക്ക് ഈ ആരോഗ്യ പ്രശ്നമുള്ളവർ, പക്ഷേ അത് അപ്പോഴും ഈ ദർശനത്തിന് ആരും ആ രീതിയിൽ വാഹനം ഉപയോഗിക്കാറില്ല. രാഷ്ട്രപതിയെ പോലുള്ള ഒരാൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും അവിടെ എത്തുന്നത് എന്നത് ഏറ്റവും പ്രധാനമാണ്. അതിന് സുരക്ഷാ വശങ്ങളെല്ലാം പ്രധാനമാണ്. കാരണം വനമാണ്, മറ്റ് സുരക്ഷാ സാഹചര്യങ്ങളെല്ലാം തന്നെ സുരക്ഷാ വിഭാഗത്തിന് പരിശോധിക്കേണ്ടതുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ യാത്ര. വിവരങ്ങൾ നൽകിയത്.